ശിശു സഹജമായ പ്രത്യാശ എന്നൊരു ഭാഗമുണ്ട് കേട്ടോ ബൈബിളിൽ. അത് എവിടെയാണ് വരുന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല, സങ്കീർത്തനങ്ങളിലാണെന്ന് തോന്നുന്നു. സോ അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിന് എന്തെങ്കിലും ആകുലതയുണ്ടോ, എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? ഒന്നുമില്ല. അത് ഭയങ്കര കംഫർട്ടബിൾ ആണ് അല്ലേ? കുഞ്ഞ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതൊന്നിനെ കുറിച്ചും ആകുലപ്പെടുന്നില്ല. സുരക്ഷിതയാണോ, എന്നെ അമ്മ നോക്കുമോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഒന്നിനെ കുറിച്ച് ആകുലതയില്ല. അപ്പനായ ദൈവത്തിന്റെ മടിയിൽ നമ്മളും അങ്ങനെ തന്നെയാ കയറിയിരിക്കണ്ടേ. നിങ്ങൾക്ക് ചുറ്റും അപ്പുറത്ത് യുദ്ധം നടക്കുന്നുണ്ട്, ഇവിടെ ഗൂഢാലോചന നടക്കുന്നുണ്ട്, അവിടെ കല്ലെറിയാൻ വേണ്ടി ആൾക്കാർ എടുത്ത് പിടിച്ചിട്ടുണ്ട്, നിങ്ങളെ ഉപദ്രവിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. പക്ഷെ ഒന്നാം പ്രമാണം ശരിക്ക് പാലിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇതൊന്നും നിങ്ങളെ തൊടുകയില്ല. 3 യുവാക്കന്മാരുടെ കഥയില് അവർ നിൽക്കുന്നത് തീച്ചൂളയിലാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചോദിക്കും, ഇപ്പൊ എന്തിനീ തീച്ചൂളയിൽ ഇടുന്നതിന് മുമ്പേ യുവാക്കന്മാരെ എന്തുകൊണ്ട് രക്ഷിച്ചില്ല? എന്താ പ്രവാചകന്മാർ മാലാകമാർക്ക് വന്നിട്ട് അവർ രക്ഷിച്ചുകൊണ്ട് പോയായിരുന്നില്ലേ? നോ. ചില തീച്ചൂളകളിലേക്ക് നിങ്ങൾ ഇറങ്ങണം എന്ന് തന്നെയാണ് ദൈവത്തിന്റെ തീരുമാനം. നിങ്ങൾ ഇറങ്ങി നിന്നോ, പക്ഷെ അത് തൊടുകയില്ല. അപ്പൊ എന്തിനു ഇങ്ങനെ ഒരു അനുഭവം തരണേ? വിശ്വാസം വർദ്ധിപ്പിക്കാൻ, നിന്റെ അപ്പനെല്ലാം സാധ്യമാണെന്ന് മനസ്സിലാക്കിപ്പിക്കാനാണ് ചില തീച്ചുളകളിലേക്ക് നിങ്ങളെ ദൈവം ഇറക്കി നിർത്തുന്നത്. നിങ്ങൾക്ക് അറിയണ്ടേ നിങ്ങളുടെ ദൈവത്തിന് എന്തുമാത്രം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുമെന്ന്, ദൈവത്തിന്റെ ശക്തി എന്തുമാത്രമാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ ചില തീച്ചൂളകൾ അവിടെ നിൽക്കും. നിങ്ങളുടെ അമ്മായിയമ്മ നിങ്ങളെ കുറിച്ച് വളരെ മോശമായി ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും. നിങ്ങളുടെ പാർട്ട്ണർ ചിലപ്പോൾ നിങ്ങളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു. നിങ്ങളുടെ മാനേജർ നിങ്ങൾ പറയാണ് ഒരു ഒരു ബുദ്ധിയിൽ ഒരു കഴിവില്ലാത്ത ഒരാളാണ് പറയാണ്. നിങ്ങളുടെ കൊളീഗ്സ് പറയാണ് സ്മാർട്ട് അല്ല, ഓക്കെ അല്ല, ഗുഡ് അല്ല എന്ന് പറയാണ്. നിങ്ങളുടെ ജോലി തെറിപ്പിക്കുമെന്ന് പറയുന്നു, നിങ്ങളെ പട്ടിണിക്ക് ഇടുമെന്ന് പറയുന്നു, നിങ്ങളെ ശരിയാക്കി കളയെന്ന് പറയുന്നു. ശിശു സഹജമായ പ്രത്യാശ. എന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. എൻ്റെ അപ്പൻ എന്നെ വചനം എനിക്ക് ഓർമ്മ തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഏതോ ഒരു കാലത്തൊക്കെ വായിച്ചതാണ് കേട്ടോ ഇത്. ഞാൻ അനുഭവിക്കുന്ന സത്യമാണ് സുഹൃത്തുക്കളെ. എനിക്ക് ചുറ്റും എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എനിക്കൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഞാൻ എൻ്റെ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ നിറവിലാണ്. അതാണ് ആനന്ദം. ഇത് സാധാരണ മനുഷ്യന്മാർക്ക് കിട്ടില്ല. സന്തോഷം. ഇപ്പോൾ ഒരാൾ കാറ് വാങ്ങി, വീട് വെച്ചു, ഇതൊക്കെ സന്തോഷമാണ്. കർത്താവിൻ്റെ മക്കൾക്ക് മാത്രമുള്ളതാണ് ആനന്ദം. ആനന്ദത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ സ്നേഹം കൊണ്ട് നിറഞ്ഞ മനസ്സാണ് നമ്മുടെ. സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ, സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രസൻസ് ആണ്. സോ ദൈവത്തിന്റെ അനുഭവത്തിൽ നമ്മളായിരിക്കുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ ചുറ്റുമുള്ള ഒന്നും നിങ്ങളെ തൊടുകയില്ല. എന്നെ കല്ല് എറിയുന്നില്ലെന്നല്ല പറയണം, കല്ല് എറിയുന്നുണ്ട്, പക്ഷെ എൻ്റെ അടുത്ത് എത്തുന്നില്ല. അത് എന്തോ ഒന്നെന്നെ തടയാണ്. എനിക്ക് വല്ലാത്തൊരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യാൻ പറ്റുകയാണ്. ഇതാണ് ദൈവസ്നേഹ അനുഭവത്തിലുള്ളത്. ഇതിന് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സസൈസ് പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സഹായകരമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. ഉള്ളിനുള്ളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കും, ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അപ്പാ കൂടെ ഉണ്ടാവണേ, അപ്പാ കൂടെ ഉണ്ടാവണേ എന്ന് വിളിക്കാം. എന്തൊക്കെ നിന്റെ ജീവിതത്തിൽ പോരായ്മകളായിട്ട് നീ കാണുന്നുണ്ടോ, അവിടെയൊക്കെ യേശുവാണ് നിന്റെ അപ്പൻ എന്ന് നീ വിചാരിക്കാം, അല്ലെങ്കിൽ ദൈവമാണ് നിന്റെ അപ്പൻ എന്ന് നമ്മൾ വിചാരിക്കാം. സോ ഇപ്പം എൻ്റെ അപ്പൻ ഒരു മന്ത്രിയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ പ്രിവിലേജ് അനുഭവിക്കാൻ പറ്റും? ഇതെന്റെ അപ്പൻ അത്യുന്നതനായ ദൈവമാണ്, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണ്. ഇതിനൊക്കെ നമുക്ക് എന്ത് വേണമെന്ന് അറിയോ? നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. കാറ്റടിച്ചാലും കടലിളകിയാലും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാവുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തിലേക്ക് നീ വരണം. ദൈവം പറഞ്ഞിട്ടുണ്ട് ശക്തരോട് മത്സരിക്കരുത്. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്, എന്നെ എതിർക്കുന്നവർ ശക്തരാണ്, മത്സരിക്കരുതെന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മത്സരിക്കാൻ പോകുന്നില്ല. ദൈവം എന്താ എന്നോട് പറഞ്ഞേക്കണം? നീ എൻ്റെ മുഖം നോക്കിയിരിക്കുക, എനിക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. നിന്റെ മാംസല ഹസ്തം കൊണ്ടല്ല നീ വിജയിക്കാൻ പോകുന്നത്, നിന്റെ കർത്താവായ ദൈവത്തിന്റെ നാമത്താലാണ്. നിനക്കെതിരെ വരുന്ന 10,000 നീ ഭയപ്പെടേണ്ട, നിന്നെ കാക്കുന്നവൻ നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. നിങ്ങൾ ശാന്തമായിട്ടിരുന്നാൽ മതി. പൊരുതിക്കൊള്ളും എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുതിക്കൊള്ളും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ഒരു കുഞ്ഞാട് മാത്രമല്ല, രക്തത്തിൽ മുങ്ങി നിൽക്കുന്ന കുഞ്ഞാട് മാത്രമല്ല, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു ഗർജിക്കുന്ന സിംഹത്തെ പോലെ നിനക്ക് ചുറ്റും, നിന്റെ കുടുംബത്തിന് ചുറ്റും നടക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം. ദാവീദ് വംശത്തിന്റെ സിംഹമാണ് എൻ്റെ അപ്പൻ. ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഇപ്പം എന്നോട് പറയാൻ ഞാൻ എൻ്റെ ജോലി കളയാൻ പോവാണ്. അപ്പം ഈ ജോലി കളഞ്ഞാൽ നീ എങ്ങനെ സർവൈവ് ചെയ്യും? ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കണേ? എൻ്റെ അപ്പം വിചാരിച്ചാൽ എനിക്കൊരു ജോലി തരാൻ പറ്റില്ലേ? എൻ്റെ അപ്പം വിചാരിച്ചാൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ലേ? ഞാൻ എത്ര അനുഭവം നിങ്ങളോട് പറയാമെന്ന് അറിയാമോ? ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജോലി ചെയ്തുകൊണ്ടല്ല എൻ്റെ കുടുംബത്തെ പോറ്റുന്നത്. അതുകൊണ്ടൊന്നും എവിടെ എത്തില്ല. അത്രയും ശമ്പളം കൊണ്ട് ഇത്രയും വലിയൊരു നഗരത്തിൽ ജീവിക്കാൻ പറ്റില്ല. എൻ്റെ കർത്താവാണ് എന്നെ പോറ്റുന്നത്. പ്രവാചകന് കാക്കയെ വിട്ട് അപ്പം കൊടുക്കാൻ കഴിയുന്ന കർത്താവിന് എന്നെ പോറ്റാനും എൻ്റെ കുടുംബത്തെ പോറ്റാനും പറ്റും. എൻ്റെ കുടുംബത്തെ പോറ്റാൻ എൻ്റെ കർത്താവിന് പറ്റും. അവിടെ നിന്ന് എന്നോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നീ വയലിലെ ലില്ലികളെ നോക്ക്. ആരെങ്കിലും നോക്കിയിട്ടാണോ? ആ കിളികളെ നോക്ക്. ആരെങ്കിലും അതിനെ പോറ്റിയിട്ടാണോ? അല്ലല്ലോ. അതിനൊക്കെ നോക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് നിന്നെയും നോക്കാൻ പറ്റും.
നമുക്ക് എന്താ വേണ്ടെന്ന് പറയും? സ്നേഹം, ഈശോയോടുള്ള സ്നേഹം. പത്രോസിനോട് ചോദിച്ചില്ലേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതിൻ്റെ ഈശോയെ, എനിക്ക് ജോലിയിൽ പ്രശ്നമുണ്ട്, വീട്ടിൽ പ്രശ്നമുണ്ട്, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ മക്കളെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ പിന്നെയും നിന്നെ സ്നേഹിക്കുന്നു. അതായത് പറയുന്നത് ഇത്രേ ഉള്ളൂ, നീ എന്നെ സ്നേഹിക്കുക, ബാക്കി ഞാൻ എനിക്ക് തരും. നീ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. വെറുതെ പറയുന്നതെന്നാണ് വിചാരിക്കുന്നത്? അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്കറിയില്ല, എനിക്ക് ആങ്സൈറ്റി ഇഷ്യൂസ് ഉള്ള ഒരാളാണ്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, എനിക്ക് ആങ്സൈറ്റി ഇഷ്യൂസ് ഉള്ള ഒരാളാണ്. എന്നും എന്നെ കണ്ടു നോക്കി ചിരിക്കുന്ന ഒരാൾ, എന്നെ നോക്കി ചിരിച്ചില്ല എങ്കിൽ എന്തുകൊണ്ട് ചിരിച്ചില്ല എന്ന് ആകുലപ്പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്കറിയില്ല, ഞാൻ അപ്പം അങ്ങനെ ഒരാൾ ഈ പ്രശ്നങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യുന്നത്? അങ്ങനെ ഒരാൾ ഒരു വലിയ ഒരു പവറിലിരിക്കുന്നത്. ഇപ്പം എന്നെ ഒത്തിരി ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു സഹോദരിയുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവരുടെ ലൈഫ് അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ്. ഷീസ് വെരി പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അത് എനിക്ക് അവരിപ്പോൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനുള്ള മാനസിക ശക്തിയില്ല. അവരെന്നെ ഉപദ്രവിക്കാമെന്ന് പോലും മനസ്സിലാക്കാനുള്ള കഴിവില്ല. എനിക്കതിനെ ഒരിക്കലും എതിർത്ത് നിൽക്കാൻ എൻ്റെ കഴിവുകൊണ്ട് പറ്റില്ല. പക്ഷെ ഞാനല്ല ഇത്. എനിക്ക് പുറകിൽ എൻ്റെ ചിറകായി മാറുന്ന എൻ്റെ അപ്പനുണ്ട്. എൻ്റെ അപ്പൻ അയക്കുന്ന മാലാഖ ഗണമുണ്ട്. പ്രവാചകൻ പറഞ്ഞില്ലേ ദാസനോട്, ദാസൻ വന്ന് പറഞ്ഞു അവരുടെ രഥങ്ങളും ഒക്കെ അവിടെ വന്ന് നിൽപ്പുണ്ട്, നമ്മളെ പിടിച്ചോണ്ട് പോകാനാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞില്ല, നിന്റെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടട്ടെ. തുറക്കപ്പെട്ടപ്പോൾ എന്താ കണ്ടത്? വലിയ ഒരു സൈന്യം. ഇതൊക്കെ കഥയാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എനിക്കറിയില്ല എൻ്റെ സന്തോഷം എങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ കഥയാണെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്, ഇതെല്ലാം സത്യമാണ്. നിന്നെയും നിന്റെ കുടുംബത്തെയും പോറ്റാനും പരിപാലിക്കാനും സംരക്ഷിക്കാനും കഴിയും. സോ എനിക്ക് കുറേ കാര്യങ്ങൾ ഹെൽപ്പ് ആവശ്യമുള്ള മേഖലകളുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ ആലോചിക്കും, ഇതെങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാമെന്ന് ഞാൻ ആലോചിക്കും. ഞാൻ പറയും, അപ്പാ നീ എൻ്റെ ഭർത്താവായിരിക്കണേ. എനിക്ക് എൻ്റെ ഈ പ്രശ്നങ്ങളിലൊക്കെ എൻ്റെ ഒരു പാർട്ട്ണർ എങ്ങനെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത്, അങ്ങനെ നീ ഹെൽപ്പ് ചെയ്യണേ. ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചേച്ചിമാരോടാണ് ചിലപ്പോൾ നമ്മുടെ ചേട്ടന്മാർ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തിലൊക്കെ ഇങ്ങനെ വീഴ്ച വരുത്തും, അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ അവരെ കൊണ്ട് പറ്റാതിരിക്കുകയോ ചെയ്യുമ്പോൾ അവരോട് പരാതി പറഞ്ഞ് വഴക്കിട്ട് കഴിഞ്ഞാൽ കുടുംബസമാധാനം പോവല്ലേ. ഒന്നും പറയാൻ പോകണ്ട, മറിച്ച് ദൈവത്തോട് പറയാം, ദേ ഈ കാര്യമുണ്ട്, എനിക്കിത് ചെയ്തു തരണം. എൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന്, നീ തന്ന പാർട്ട്ണറാണല്ലോ, സോ എൻ്റെ പാർട്ട്ണറിൻ്റെ സ്ഥലത്ത് നിന്ന് നീ തന്നെ ഇത് എനിക്ക് ചെയ്തു തരണം. ഈശോയെ പറയുമുള്ളവരെ, നിങ്ങളുടെ ഏതൊരു ആവശ്യങ്ങളിലും കർത്താവ് അവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം. അപ്പം നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഇതേ സിറ്റുവേഷൻ, ഇപ്പോൾ എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ ചുറ്റും ഒരുപാട് പ്രോബ്ലംസിലൂടെയാണ് കടന്നു പോകുമ്പോൾ, ചുറ്റും ഒരുപാട് പ്രോബ്ലംസ് എനിക്കുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ വിശ്വാസത്തിലാണ്, ഇതെന്നെ തൊടുന്നില്ല. പക്ഷെ എൻ്റെ വിശ്വാസം കുറയുമ്പോൾ ഇതേ പ്രോബ്ലംസിൽ ഒരൊറ്റ പ്രോബ്ലം മതി. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു 10 പ്രോബ്ലത്തെ ഫേസ് ചെയ്യുന്നുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട്, ഇതെന്നെ തൊടുന്നില്ല. പക്ഷെ എനിക്ക് വിശ്വാസം കുറയുമ്പോൾ ഒരു പ്രോബ്ലത്തിൻ്റെ പകുതി മതി എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ. എനിക്കതിനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഉള്ളിലെ ശക്തിയാണത്. ആ ഉള്ളിലെ ശക്തി ദൈവത്തിൻ്റെ നാമം പേർന്നത് കൊണ്ടുള്ളതാണ്. ക്രിസ്തു നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിലാണല്ലേ. സോ ആ ഉള്ളിലെ ശക്തിയാണ് നിങ്ങളെ യുദ്ധം ചെയ്യാൻ സഹായിക്കുന്നത്. ഭക്തന്റെ ഏറ്റവും വലിയ പ്രിവിലേജ് എന്താണ്? അവൻ ദൈവത്തിന്റെ കീഴിലാണ്, അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ദൈവമാണ്. ഇതൊന്നും ഒരു ഇമാജിനേഷൻ അല്ല, ഇതൊന്നും ഒരു കഥയല്ല. ഒരു ഇൻവിസിബിൾ വേൾഡ് ഉണ്ടെന്നേ നമുക്ക് ചുറ്റും. അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇത്ര മാത്രം ശ്രദ്ധിക്കാം. നിങ്ങൾ ഇത് മാത്രം, ഞാൻ ഈ ആഴ്ച ദൈവം എന്നോട് സംസാരിച്ച കാര്യങ്ങളാണ് പറയുന്നത്, ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ഇത്ര മാത്രം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു തെറ്റുണ്ടാവരുത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലും നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലും സത്യസന്ധത പുലർത്താം. ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. എൻ്റെ ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്ന പല ആളുകളുണ്ടായിരിക്കും. എൻ്റെ ജോലിനെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ജോലി ഞാൻ സത്യസന്ധമായി ചെയ്യണം. എൻ്റെ ജോലി ഞാൻ ശരിക്കും ചെയ്യണമെന്ന് ഞാൻ അതിന് വേണ്ടി എഫേർട്ട് ഇടണം. ഞാനത് ഹാർഡ് വർക്ക് ചെയ്യണം. ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കണം. എല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, കുറച്ചൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കണം. സോ ദൈവമറിയാതെ നിന്റെ മുടി കൊഴിയുന്നില്ല എന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉള്ളംകൈയിൽ നിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ഇപ്പോൾ ബൈബിൾ മൊത്തം സത്യമാണ്, നിങ്ങൾ ആദ്യം വിശ്വസിക്കണം. ഇതെല്ലാം നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. സോ എൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട്, ഉള്ളംകൈയിൽ ഞാൻ നിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ മുടി കൊഴിയുന്ന പോലെ ഞാൻ അറിയുന്നുണ്ട്. പിന്നെ എന്താണ് പ്രശ്നം? പിന്നെ എനിക്കെതിരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ദൈവം അറിയുന്നില്ലേ? നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നവർ ദൈവം അറിയുന്നില്ലേ? നിങ്ങളെ പറ്റിക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് അറിയുന്നില്ലേ? ചിലർ എന്നോട് പറയും, എന്നെ പറ്റിക്കാൻ എളുപ്പമാണ് കേട്ടോ, എന്നെ ഭയങ്കര എളുപ്പമാണ് പറ്റിക്കാൻ. പക്ഷെ എനിക്കറിയാം എന്നെ പറ്റിക്കാൻ എളുപ്പമാണെന്ന്. അപ്പം ഒരു സമയത്ത് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടാണ് ഒരാൾ നമ്മളെ പറ്റിക്കുന്നത്. അത്രയും ഇൻ്റലിജൻസ് ഒന്നും എനിക്കില്ല. അപ്പോൾ എനിക്കൊരു 10 പ്രാവശ്യം പറ്റിക്കപ്പെടുമ്പോഴായിരിക്കും എനിക്ക് ഒരു പ്രാവശ്യം മനസ്സിലാവുന്നത് ഇത് പറ്റിക്കലല്ലേ എന്ന് എനിക്ക് മനസ്സിലാവണേ. മനസ്സിലായാലും എനിക്ക് റിയാക്ട് ചെയ്യാൻ അറിയില്ല.
ഇത്രയും ബുദ്ധിപരമായി പറ്റിക്കും, ഇത്രയും ഇന്റലിജന്റ് ആയ ആളുടെ എങ്ങനെ അത് റിയാക്ട് ഉണ്ടെന്ന് എനിക്കറിയില്ല, എങ്ങനെ നോ പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് അറിയുന്നുണ്ട് എന്നെ പറ്റിക്കപ്പെടാൻ, എൻ്റെ പൈസ നഷ്ടപ്പെടുത്താന്ന് എനിക്ക് അറിയുന്നുണ്ട്, എന്നെ പൈസയൊക്കെ ഇന്ന് ഇല്ലാത്ത ഒരാളാക്കാന്ന് എനിക്ക് അറിയുന്നുണ്ട്. പക്ഷെ എനിക്ക് റിയാക്ട് ചെയ്യാൻ അറിയില്ല. അത്രയും ഒരു ബുദ്ധി ഞാൻ അത്രയും കണ്ണിങ്ങായിട്ട് എൻ്റെ ബ്രെയിനിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊന്നും കളങ്കിതരാകാനല്ല കർത്താവ് നിങ്ങളെ വിളിച്ചിട്ടുള്ളത്. എന്താ ചെയ്യണമെന്ന് അറിയാം? പ്രാർത്ഥിക്കാം. അപ്പം ഇത്രയൊന്നും ഞാൻ ആരും പറ്റിച്ചിട്ടില്ല. അപ്പം എന്നെ പറ്റിക്കപ്പെടാൻ നീ അനുവദിക്കരുതേ. അപ്പം അത് മാറിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ വിചാരിച്ചാലും നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. സോ ദൈവം നിങ്ങളെ ഒരു പ്രത്യേക രീതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എനിക്ക് എല്ലാവരോടും കാര്യത്തിൽ സംസാരിക്കാൻ അറിയില്ല, പലരോടും എനിക്ക് എന്താ പറയണമെന്ന് അറിയാതെ കുറേ പോരായ്മകളുണ്ടെന്നേ. നമ്മൾ പെർഫെക്റ്റ് അല്ലെന്നേ. അപ്പം എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പോരായ്മകൾ പല കാര്യം നമുക്ക് അറിയുന്നില്ല, പല കാര്യം ചെയ്യാൻ അറിയുന്നില്ല. ഇപ്പം ഇവർ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ വിസിബിളായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊന്നും ഇവർ നമ്മളെ സ്നേഹിച്ചിട്ടൊന്നുമില്ല, നമ്മളെ ഉപദ്രവിക്കാനാണ്, നമ്മളെ പറ്റിക്കാനാണെന്ന് മനസ്സിലായാലും ചിലപ്പോൾ അതിനെ റിയാക്ട് ചെയ്യാൻ അറിയുന്നില്ല. ഉള്ളിലുള്ള ദൈവത്തെ ഓർത്ത് ചിലപ്പോൾ നമ്മൾ നിശബ്ദമായിട്ടുണ്ടാവും. അപ്പം പിന്നെ അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ദൈവം നമുക്ക് വേണ്ടി പൊരുക്കും. അനുഭവിക്കാത്തതൊന്നും ഞാൻ പറയില്ല സുഹൃത്തുക്കളെ. ഈശോയിൽ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ രാജ്യത്തിലെ അംഗങ്ങളാണ്. ഒരു പ്രജയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, എൻ്റെ ക്ലാസ് റൂമിൽ ഒരു കുട്ടി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്. കാരണം ഞാൻ ടീച്ചറായിരുന്നു, ഞാൻ ആ സമയത്ത് അവിടെ ഉള്ളതാണ്, ഞാൻ കുട്ടിയെ നോക്കേണ്ട ആളാണ്. അപ്പോൾ എന്നെ നോക്കേണ്ട ആളല്ലേ എൻ്റെ അപ്പൻ. അപ്പം എനിക്ക് പ്രശ്നങ്ങളുണ്ടായാൽ എൻ്റെ അപ്പൻ അറിയുന്നില്ലേ? അപ്പോൾ എല്ലാ പ്രശ്നവും ദൈവം അറിയുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്കൊരു എന്തിനോ വേണ്ടി നിങ്ങൾ ഒരുക്കാനൊക്കെ വേണ്ടിയായിരിക്കാം ചില പ്രശ്നങ്ങൾ പെട്ടെന്ന് സോൾവ് ചെയ്യാത്തട്ടോ. സമയമെടുക്കും, ചിലതിനൊക്കെ സമയമെടുക്കും. ചിലതൊക്കെ നിങ്ങളൊരു 10 പ്രശ്നം വരുന്നുണ്ട്, ഒന്നേ നിങ്ങൾ നേരിടുന്നുള്ളൂ, 9നെയും ദൈവം ചിലപ്പോൾ തടഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മളത് കാണുന്നില്ലല്ലോ. അപ്പം പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, വിശ്വാസ പ്രമാണം ചൊല്ലി ധ്യാനിക്കുക, വചനം എല്ലാ ദിവസവും വായിക്കുക. ഇങ്ങനെ അതെന്താണെന്ന് അറിയാം. ഇപ്പം എനിക്ക് ഇപ്പോൾ വിശ്വാസത്തിൽ ഞാൻ നിലനിൽക്കുന്നു, എനിക്കൊരു അനുഭവം ഉള്ളത് കൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ചില സമയത്ത് എനിക്കിതൊന്നും എൻ്റെ തലയിൽ വരില്ല, ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിപ്പം. അപ്പം എനിക്ക് നിരാശ, ദുഃഖം, ആകുലത കുറേ വരും. ഒരു 10 മിനിറ്റ് ഇരുന്ന് ചിന്തിച്ചാൽ നിരാശപ്പെടാനുള്ള എല്ലാ വകുപ്പും എൻ്റെ ജീവിതത്തിലുണ്ടാവും. പക്ഷെ ഇപ്പോൾ വകുപ്പുണ്ട്, അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. വിശ്വാസത്തിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊന്നും നിങ്ങളെ തൊടില്ല. എല്ലാം കർത്താവ് നോക്കിക്കോളും. മക്കളെ കുറിച്ചുള്ള ആകുലത കർത്താവ് അറിയുന്നുണ്ടല്ലോ, ജോലിയില്ലാത്ത അവസ്ഥ കർത്താവ് അറിയുന്നുണ്ടല്ലോ, സാമ്പത്തിക ബുദ്ധിമുട്ട് കർത്താവിന് സാധിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ, എല്ലാം നമ്മൾ കർത്താവിനെ വിശ്വാസം അർപ്പിക്കും. പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കണം കേട്ടോ, മടിയന്മാരായിട്ട് ഇരിക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ വിശ്വാസം കുറയുമ്പോൾ ദൈവമേ ഇനി എന്ത് ചെയ്യും, ഇനി ഒരു വഴിയില്ലേ, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂലേ, ഇനി ഒരു വഴിയും കാണുന്നില്ലേ, ഇനിയിപ്പോൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലേ. വിശ്വാസം കുറയുമ്പോഴാണ്. സോ വിശ്വാസം കുറയാതിരിക്കാൻ എപ്പോഴും എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് പ്രാർത്ഥിച്ചു, വിശ്വാസം കിട്ടി, നാളെ പ്രാർത്ഥിച്ചില്ല, പറ്റൂല. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും ഒരു പേഴ്സണൽ പ്രയർ ഉണ്ടാവണം, എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കണം. വിശ്വാസം കത്തി നിൽക്കും. വിശ്വാസം കത്തി നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ ഒരു തിന്മയ്ക്കും നിങ്ങളെ ഉപദ്രവിക്കാൻ സാധിക്കില്ല. ഇനി ദൈവം അനുവദിക്കുന്ന സങ്കടങ്ങൾ അത് ഇതിന് പുറകിൽ ഒരു നന്മയായിട്ടുള്ള കാരണം ഉണ്ടായിരിക്കും. സോ കംപ്ലീറ്റ്ലി മടിയിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ പോലെ ശിശു സഹജമായ പ്രത്യാശ ദൈവത്തിൽ അർപ്പിക്കുക. ദൈവം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ആമേൻ.